കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ ചോക്കാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കൂടുതൽ കൃഷിനാശമുണ്ടായി. വ്യാപകമായി വാഴകൃഷിയും നശിച്ചു. ആയിരക്കണക്കിന് വാഴകളാണ് ഒറ്റ ദിവസം നിലംപൊത്തിയത്. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ 2024 റീപ്ലാന്റിംഗ് ഏരിയയിൽ ഇടവിള കൃഷിയായി നടത്തുന്ന വാഴകളാണ് കാറ്റിൽ തകർന്നത്. മുഹമ്മദ് കൂവേരി എന്നയാൾ പാട്ടത്തിനെടുത്താണ് വാഴ കൃഷി നടത്തുന്നത്. വാഴകൃഷി പൂർണ്ണമായും കാറ്റിൽ നശിച്ചു. 4000-ഓളം കുലച്ചതും കുലയ്ക്കാറായതുമായ നേന്ത്രവാഴകളാണ് കാറ്റിൽ നശിച്ചത്. കൃഷിസ്ഥലത്ത് അവശേഷിച്ച വാഴകൾ തന്നെ റിക്കവർ ചെയ്യുമെന്നത് തന്നെ സംശയമാണ്. ചോക്കാട് പഞ്ചായത്തിൽ ചോക്കാട്, ചീച്ചിപ്പാറ, 40 സെന്റ് എന്നിവിടങ്ങളിലും വാഴകൃഷി വ്യാപകമായി നാശമുണ്ടായിട്ടുണ്ട്. പുല്ലങ്കോട് എസ്റ്റേറ്റിലെ വാഴകൃഷി നാശം കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കാളികാവേടിയ ബിജുല ബാലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൃഷിനാശമുണ്ടായ സ്ഥലത്തെത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത്. വിള ഇൻഷുറൻസ് പദ്ധതിയിൽ നഷ്ടപരിഹാരത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൃഷി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.